അങ്ങനെ മോളിവുഡ് ടൈംസ് കണ്ടു. വനിതാ വിനീതി എന്നാണ് കണ്ടത്. 4K ലേസർ അറ്റ്മോസ് ആണ്. മോളിവുഡ് ടൈംസ് റൈറ്റർ ഡയറക്ടർ അഭിനവ് സുന്ദർ നായക്. അഭിനവിൻ്റെ ഫസ്റ്റ് പടം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒരു രക്ഷയിൽ അന്യായ പടമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് സെക്കൻഡ് ഫിലിം. മോളിവുഡ് ടൈംസ് എത്തി. എന്താ പറയുക, ഇറ്റ്സ് എ ഗുഡ് മൂവി, ഒരു നല്ല പടം. സിനി ഫൈൽസിനൊക്കെ കുറച്ചും കൂടി ഈ പടം കണക്റ്റ് ആവും. എനിക്കിഷ്ടപ്പെട്ടു, ബട്ട് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഒരു മികച്ച ഫസ്റ്റ് ഹാഫ്, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ കുറേ താളം തെറ്റിപ്പോയി. പിന്നെ ഒരുപാട് വേൾഡ് സിനിമ റെഫറൻസ് ഒക്കെ ഉണ്ട്. സിനിമയ്ക്കുള്ളിലെ ചതികളൊക്കെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ പലതരം സ്ട്രഗിൾസ്, സിനിമ ബാൻ, കർമ്മ, കോയിൻസിഡൻസ്, ഇതിനൊക്കെ എല്ലാം പറ്റി സംസാരിക്കുന്നുണ്ട്. ബട്ട് ഒരു ഇമ്പാക്റ്റ് ഇങ്ങോട്ട് വന്നില്ല. കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഹീറോ ഓഡിയൻസിനോട് സംസാരിക്കുന്ന ഒരു രീതി, അത് തന്നെയായിരുന്നു മുകുന്ദനുണ്ണിയിലും ഉണ്ടായിരുന്നത്. ഇവിടെയും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. നസ്ലീൻ സൂപ്പർ പെർഫോമൻസ്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ വാസ് ഗുഡ്. സംഗീത് പ്രതാപ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. ഒരു മിസ്കാസ്റ്റ് പോലെ തോന്നിയതാണ് കേട്ടോ. ഇനി ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ബാക്കി എല്ലാവരും കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ബൈ ഒടുക്കത്തിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് സ്കോർ ജെയ്ക്സ് ബിജോയ് ആണ്. പലതരത്തിലുള്ള മൂഡിലൂടെയാണ് പടം പോകുന്നത്. ആ സമയത്തൊക്കെ നന്നായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക്കും സ്കോറുമായിട്ട് തോന്നി. ഗുഡ് വർക്ക്. പടത്തിൻ്റെ ലെങ്ത്ത് കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു. 2.5 മണിക്കൂറൊക്കെ ധാരാളമായിരുന്നു. പിന്നെ ഇത് അഭിനവിൻ്റെ ലൈഫ് സ്റ്റോറി ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്തൊക്കെയായാലും മോളിവുഡ് ടൈംസ് ഒരു നല്ല ഫിലിമാണ്. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇമ്പാക്റ്റ് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. വെയിറ്റിംഗ് ഫോർ ഹിസ് തേർഡ് ഫിലിം. സോ അപ്പോൾ ശരി.